ഹലോ ഗൈസ്, അപ്പം രാവിലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ റോക്കി വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മളെ മൂണിലൊക്കെ നിറയെ ഏലിയൻസ് വന്നു, എന്നെ വിശ്വാസമില്ലെങ്കിൽ നീ ന്യൂസിൽ ടി വിയിൽ നോക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോഴേ മൂണിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആരൊക്കെയാണോ താല്പര്യമുള്ളത് പെർമിഷനൊക്കെ പോലീസിൻ്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തൽക്കാലം നമുക്ക് എന്തായാലും അവൻ പറഞ്ഞ് കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി ന്യൂസ് നോക്കാം. ന്യൂസ് നിങ്ങൾ കണ്ടോ ഗൈസ്? അത് സത്യമായിരുന്നു. മൂണിലൊക്കെ ഏലിയൻസ് വന്നിട്ടുള്ള വീഡിയോ ഒക്കെ അവിടെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും പോവാം. അതിന് മുമ്പേ തന്നെ പോലീസിൻ്റെ അടുത്തുകൂടി ഒന്ന് സത്യമാണോ നോക്കിയിട്ട് വരാം. ചിലപ്പോൾ വാർത്തക്കാരൊക്കെ കള്ളം പറയും. നമുക്ക് എന്തായാലും പോലീസിൻ്റെ അടുത്തുകൂടെ ഒന്ന് ചോദിച്ചിട്ട് വരാം. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഇവിടെ എത്തി. പിന്നെ നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഹലോ പോലീസ് സാറേ, ഈ നമ്മുടെ മൂണിൽ ഏലിയൻസ് ഒക്കെ വന്നു. എടാ നീ അത് അറിഞ്ഞില്ലേ? മൂണിലൊക്കെ ഏലിയൻസ് വന്നു. അതെ സാറ്, സത്യമാണോ? അതെടാ സത്യം. അപ്പൊ സാറ് ഞാൻ മൂണിലോട്ട് പോകാൻ പോകുന്നു. അയ്യേ നീയാ പോകാൻ പോകുന്നേ? സാർ സത്യമായിട്ട് ഞാൻ പോകാൻ പോകുന്നു സാറേ. പോണെങ്കി പൊക്കോ, അവിടെ നിന്ന് നീ എന്ത് കാണിക്കാനാ? എന്തായാലും ചെയ്തിട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. ഞാൻ പെർമിഷനൊക്കെ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഗൈസ് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ എന്തെങ്കിലും നീ കാണിക്കുമോ? റോക്കറ്റിൽ കയറാൻ പറഞ്ഞിട്ടുണ്ടത്. റോക്കറ്റ് അവിടെ ഓൾറെഡി റെഡിയായി നിൽക്കുകയാണ്. അത് കയറാൻ വേണ്ടിയാണ്. തൽക്കാലം നമ്മൾ കയറാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിന് റോക്കറ്റൊക്കെ സെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഗൈസ് ആണ് നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മൾ റോക്കറ്റ് കിടക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. ആ ദാണ്ട കിടക്കുന്ന നമ്മളെ റോക്കറ്റ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് റോക്കറ്റിൽ പോയി കയറിയിട്ട് നമുക്ക് ചന്ദ്രനിൽ പോകുന്നത്. നമ്മൾ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ ദാണ്ട ഇറങ്ങി നമ്മളെ റോക്കറ്റ്. എന്തായാലും നമുക്ക് കയറാം ഗൈസ്. നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ രാത്രി നമ്മൾ പോകാൻ പോവാണ്. 1 2 3 ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ സത്യമാണ്. നാണ്ട് നമ്മൾ ഏലിയൻ സ്പേസ്ഷിപ്പ് ഒക്കെ വന്ന് ഇറങ്ങുന്നു. എനിക്ക് പേടിയാവുന്നു ഗൈസ്. സാറുമാരൊക്കെ പിന്നെ നമുക്ക് കുറേ ഗണ്ണൊക്കെ തന്നു. നമുക്ക് മെഷീൻ ഗണ്ണൊക്കെ തന്നു ഗൈസ് സാറുമാർ. മിഷീനുകളൊക്കെ സീൻ കേസ് എനിക്ക് പിടിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ ഗണ്ണുണ്ട്. നമുക്ക് മിഷീൻ കണ്ടിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാം. ഏലിയൻസൊക്കെ ഇറങ്ങി ഇടുന്നുണ്ട് ഗൈസ്. ഈ ഫൈറ്റിലൊക്കെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സീനാവുന്നത് മൂന്നാട്ടോ. ഞാൻ പിന്നെ ഭയങ്കര എങ്ങനെയൊക്കെയാണ് സോസൊക്കെ എടുക്കുന്നത്. അയ്യോ ഗൈസ് നമ്മളിട്ട് അടിച്ചു. കണ്ടോ ഗൈസ് നിങ്ങൾ വന്നത്? എൻ്റെ നല്ല എനിക്ക് മുറിവൊക്കെ പറ്റി. അയ്യോ ഗൈസ് ഫൈറ്റ്. അയ്യോ അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഫൈറ്റ് കഴിഞ്ഞിട്ട് നിറയെ പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോക്കറ്റ് താഴ്ന്നു കിടക്കും. നമുക്ക് റോക്കറ്റ് കയറി പോകാം ഗൈസ്.
അപ്പോൾ നമുക്ക് പോവാം. ഓ ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൂന്നിലായിരുന്നു ഇത്ര നേരം. നമ്മൾ എല്ലാ ഏലിയൻസിനെയും അവിടെ കൊന്നു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. നമ്മൾ മെഷീനുകളൊക്കെ അവർ തന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് അതായത്. അപ്പോൾ എന്തായാലും നമ്മൾ സീനായിരുന്നു. നമ്മൾ എല്ലാവരുടെയും തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഞാൻ വല്ല ഫേമസ് ആയതൊക്കെ നോക്കാം. ന്യൂസൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാം. നമ്മളെ വീട്ടിലോട്ട് പോവാം. നമ്മളെന്തായാലും സീനായിരുന്നു. എല്ലാവരെയും കൊന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. വീട്ടിൽ പോയിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ വീടൊക്കെ എത്തി. ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റോക്കി വിളിക്കുന്നുണ്ടല്ലോ. എന്താ റോക്കി വിളിക്കുന്നത്? ഒന്ന് നോക്കട്ടെ. ഹലോ റോക്കി, എന്താടാ? എടാ ആദിദേവൻ, നീ TV നോക്കിക്കോ. നീ ഫേമസ് ആയി. നീ അവിടുത്തെ ഏലിയൻസിനെല്ലാം കൊന്നുണ്ട്. അതേടാ, ശരിയാണോ നീ പറയണത്? ഓടാ ശരിയാ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ TV വെച്ച് നോക്കും. ഗൈസ് അവൻ പറയുന്നത് നമ്മൾ ഫേമസ് ആയി, നമ്മൾ എല്ലാവരെയും കൊന്നു അവിടുത്തെ. അങ്ങനെ നമ്മൾ എല്ലാം ഫേമസ് ആയി. നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ TV-യിൽ. ഞാൻ കണ്ട ഫേമസ് ആയി ഗൈസ്. ഞാൻ ന്യൂസിലൊക്കെ വന്നു. ഞാൻ അവിടെ വെടി വയ്ക്കുന്നൊക്കെ ന്യൂസിൽ കാണിച്ചു ഗൈസ്. എന്തായാലും പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ വീണ്ടും വിളിക്കുന്നു. എന്താ നോക്കാം. എടാ ആദിദേവൻ, നീ വീട്ടിന്റെ ബാക്കിൽ നോക്കി. പോലീസുകാർ നിനക്കൊണ്ടൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താടാ? റോക്കി പറഞ്ഞു വീടിന്റെ ബാക്കിൽ പോയി നോക്ക്, അവിടെ നിനക്ക് വേണ്ടി അതിനൊരു സർപ്രൈസ് വന്നിട്ടുണ്ട്. പോയി നോക്കാം. വീടിന്റെ ബാക്കി നോക്കി ബാക്കിലോട്ട് പോവും. എന്ത് സർപ്രൈസാണല്ലോ. നല്ല സർപ്രൈസ് ഒന്നും കാണില്ലായിരിക്കും. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ. ഹെലികോപ്റ്റർ തന്നേക്കുന്നു ഗൈസ് അവരെനിക്ക്. ഹെലികോപ്റ്റർ എനിക്ക് സന്തോഷമുണ്ട് വയ്യ ഗൈസ്. ഹെലികോപ്റ്റർ ഞാൻ അത്രയ്ക്ക് ഫേമസ് ആയി ഗൈസ്. ഞാൻ ഏലിയൻസിലെല്ലാം കൊണ്ടുകൊണ്ട് അവർ സീന കേട്ടോ. എനിക്ക് ഹെലികോപ്റ്റർ തന്നെ കൊള്ളാൻ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊളി വെച്ചിട്ട് ഓട്ടിക്കാനൊക്കെ സൂപ്പർ. അപ്പോൾ നമ്മുടെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നല്ലോ. നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് പോലീസ് നമുക്ക് 8000 രൂപ ഇട്ടെങ്കിൽ 8000 GB. നമുക്ക് അത്രയ്ക്ക് അതായി കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ഫേമസ് ആയി അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കട്ട ഫേമസ് ആയി. ബൈ.